വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് 2025 PYQ. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം, ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം, ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ഒന്ന് മാത്രമാണ് ശരി. ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത് ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? കൂളിംഗ്, സ്മോത്തറിംഗ്, സ്റ്റാർവേഷൻ. എല്ലാം ശരിയാണ്. തീയുടെ വ്യാപനത്തിന് സ്പ്രെഡിംഗ് ഓഫ് ഫയർ ഘടകങ്ങളിൽ ഉൾപ്പെടുത്താത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ചെയിൻ റിയാക്ഷൻ, ഓക്സിജൻ, ഇന്ധനം. ഇത് മൂന്നും തീയുടെ വ്യാപനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. സോ ഇതൊന്നുമല്ല. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊന്നുമല്ല ആണ് ആൻസർ. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ എന്തു പറയുന്നു? ജ്വലനോഷ്മാവ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്നാണ് അതിനെ പറയുന്നത്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ദ്രവീകരണ ലീനതാപം. ഉത്പതനം, സബ്ലിമേഷൻ എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിൽ ആണ് സംഭവിക്കാത്തത്? സോഡിയം ക്ലോറൈഡ്. സംഭവിക്കുന്നത്, സബ്ലിമേഷൻ സംഭവിക്കുന്നത് കർപ്പൂരം, അയഡിൻ, ഡ്രൈ ഐസ്. ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG അതിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? UN നമ്പർ 1075 ആണ്. അഗ്നിശമനത്തിനുപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ്. ഇതൊന്നുമല്ല, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സോ ദുരന്ത അല്ലെങ്കിൽ അപകട സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പരിക്കിന്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ട്രയേജ്. CPRന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിന്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തുവരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ, ഫ്രാക്ചറിനെ എന്ത് വിളിക്കുന്നു? കോമ്പൗണ്ട് ഫ്രാക്ചർ. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ബോധമുള്ള വ്യക്തിയാണെങ്കിൽ കുടിക്കുവാനായി ധാരാളം ജലം കൊടുക്കുക, പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക, പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുക. ചെയ്യാൻ പാടില്ലാത്തത് മൂന്നാമത്തതാണ്. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? സോ അടിയന്തരമായി ആന്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക, കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് താഴ്ത്തി വയ്ക്കുക, നടക്കാൻ അനുവദിക്കാതിരിക്കുക. ഇത് മൂന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ ഇതൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ എന്തു പറയുന്നു? ചോക്കിംഗ്. IRCSന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദു അല്ലെങ്കിൽ പ്രഷർ പോയിന്റ് ആയി കണക്കാക്കപ്പെടുന്നു? സോ പോപ്ലിറ്റിയൽ ആർട്ടറി, ബ്രക്കിയൽ ആർട്ടറി, ഫെമറൽ ആർട്ടറി. സോ ഇവയെല്ലാം പ്രഷർ പോയിന്റ്സ് ആണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? 206. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? KR നാരായണൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും.
വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, ഫയർമാൻ ഗ്രേഡ് 2 2025 PYQ. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? പാസ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? സോളിഡ് കാർബൺ ഡയോക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ക്ലാസ് D ഫയർ. താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോദറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? അസറ്റലീൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ഉത്പതനം, സബ്ലിമേഷൻ. താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തതേതാണ്? FM 500, കാർബൺ ഡയോക്സൈഡ്, ഹെപ്റ്റ ഫ്ലൂറോ പ്രൊപ്പൈൻ, FM 200. ഇതെല്ലാം അഗ്നിശമന മാധ്യമമാണ്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഫ്രെഡറിക് എസ് മാർക്ക്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്ത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPR എന്നതിന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ടോർണിക്ക. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ട്രയേജ്. മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര? ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും അറ്റ്മോസ്ഫിയർ ഓക്സിജന്റെ അളവാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. സോ AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷമേത്? 2000. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്ത്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ.